സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യം ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മക്കുറവുകൾ, ഉറക്കക്കുറവ്, ഈ കാര്യങ്ങളിലേക്കുള്ള നല്ല ചിന്തകളും നല്ല അറിവുകളും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നല്ല മറുപടികളുമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം പോവുക. ഇന്ന് വളരെ പ്രധാനമായി ഒത്തിരി ആളുകളിലുള്ള വലിയ പ്രശ്നമാണ് ഉറക്കക്കുറവ്. എന്നാലോ ചിലർ കിടന്നാൽ മതി കട്ടിലേൽ, നേരം വെളുത്താലും അറിയില്ല, നേരം വെളുക്കരുതേ എന്നോർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ നേരം ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി എന്ന്, നേരം രാത്രി പോകുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന, എഴുന്നേറ്റ് നടക്കുന്ന, കാപ്പി വെച്ച് കുടിക്കുന്ന, പലതും ചിന്തിച്ച് കിടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഉറക്കം ഒരു വലിയ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. പകലിരുന്നാലും ഉറക്കം വരിക, എവിടെ ഇരുന്നാലും ഉറങ്ങുക, ക്ഷീണമുണ്ടാവുക, രാത്രിയിലും ഉറക്കം കൂടുതലുണ്ടാവുക, അതൊക്കെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളാകാം. എന്നാൽ ഉറക്കം കുറവ്, തീരെ കുറവ്, എങ്ങനെ കിടന്നാലും ഉറക്കം വരുന്നില്ല, തിരിഞ്ഞു പറഞ്ഞ് കുറേ നേരം കിടക്കും, രാത്രി നേരം പോകാതെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. ഈ നിരവധി ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ ഓർക്കണം, അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളുണ്ടാകണം. ഏറ്റവും കൂടുതൽ ഉറക്കക്കുറവുണ്ടാക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളം കുടിക്കുന്നതിൻ്റെ അഭാവമാണ്. വെള്ളം കുടി കുറഞ്ഞാൽ ഉറക്കം കുറയും. ഓരോ കുഞ്ഞും ജനിച്ച ഉടനെ 23 മണിക്കൂർ ഉറങ്ങും. പിന്നെ 22ആയി, 21ആയി, 20ആയി, 19ആയി, 18ആയി ഇങ്ങ് പോരും. എന്നാലോ ചില കുഞ്ഞുങ്ങൾ പ്രസവം കഴിഞ്ഞ് കിടന്നാൽ രാത്രിയിൽ എപ്പോഴും കരഞ്ഞ് അങ്ങനെ അവർക്ക് കുഞ്ഞിന് ഉറക്കം വരാതെ പോകും. ആ ഉറക്കം യഥാർത്ഥത്തിൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റീസ് കാണിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. തലച്ചോറിൽ വളർച്ച കുറവായ കുഞ്ഞുങ്ങളാകും. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങണം, വലിയവരും ഉറങ്ങണം. നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ഉറക്കം കിട്ടുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം ഉണരുക. ഉറക്കമില്ലെങ്കിൽ ആരോഗ്യത്തിന് വലിയ പ്രോബ്ലം ഉണ്ടാകുമെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന, പലതരത്തിലും ഉറക്കം കൂടിയിട്ട് ബുദ്ധിമുട്ടുന്ന, ഉറക്കമില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ നമുക്ക് കേൾക്കാനും അറിയാനും പരിഹരിക്കാനുള്ള നല്ല നിർദ്ദേശങ്ങളും ചിന്തകളുമാണ് ഞാൻ ഈ നിമിഷം പങ്കുവയ്ക്കുക. ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം. വെള്ളത്തിൻ്റെ കുറവ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പലപ്പോഴും വന്ധ്യതയ്ക്കൊരു കാരണമുണ്ട്. എത്ര കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളോളം കാത്തിരുന്നിട്ടും കല്യാണം ഇന്ന് ആകും നാളെ ആകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ടാവാതെ പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന, എന്നും മനസ്സു നീറി കഴിയുന്ന നിരവധി സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഒരു കുഞ്ഞിനെ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ധാരാളമുണ്ട്. ഇവിടെ ചിലപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? വെള്ളം കുടിയുടെ കുറവ് കൊണ്ട് സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് UTIയിലൊക്കെ ഇൻഫെക്ഷനായി ഈ കവാടത്തിൽ തന്നെ ആ സെമൻ്റെ ജീവനുള്ള ആ തുടിപ്പിനെ നശിപ്പിച്ച് കളയുന്ന ബാക്ടീരിയ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആ കാത്തിരിപ്പ് ആ സെമനെ നശിപ്പിച്ച് കളയാനായിട്ട് സഹായിക്കുന്നു. അപ്പം നമ്മൾ ഓർക്കണം, നമ്മളുടെ സ്വന്തം അവസ്ഥ, എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ കൂട്ടത്തിൽ അതും പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോ
ജനനം നടക്കണമെങ്കിലും ഏറ്റവും വേഗത്തിലോടുന്ന സെമൺ, അതിൽ കുറവ്, അതിൽ കുറവ്, അതിൽ കുറവ്, 4 ഘട്ടങ്ങളായിട്ടുള്ള സെമണാണ് പോയിക്കൊണ്ടിരിക്കുക. ആയുർവേദവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ അതിനകത്തൊരു തിരിച്ചറിവുണ്ടാകേണ്ടത് ഏറ്റവും വേഗത്തിലോടുന്നവയെ ബാല്യം, അതിൻ്റെ പുറകിൽ കൗമാരം, അതിൻ്റെ പുറകിൽ യൗവനം, അതിൻ്റെ പുറകിൽ വാർദ്ധക്യം. ഈ വാർദ്ധക്യത്തിൽ നിന്ന് വന്ന് ജനിക്കുന്ന ഒരു ശിശുവും ഉണ്ടാവില്ല. അപ്പോൾ ജീവിതത്തെ 4ആയിട്ട് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൻ്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതിനെ നമുക്ക് ഒരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രഭാതം 10 മണിക്ക് മുൻപ്, ഉച്ചയ്ക്ക് മുമ്പ്, വൈകിട്ട്. ദിവസത്തെ 4 ഗണങ്ങളായിട്ട്. അസ്തമനത്തിൽ നിന്നുണ്ടാകുന്ന അഥവാ വാർദ്ധക്യത്തിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ജനനം കൊടുത്താലും അത് പോവില്ല. അതൊന്നുണ്ടെങ്കിൽ അബോർഷനാവും, അല്ലെങ്കിൽ നശിച്ചു പോകും. ഇനി ഈ ബാക്ടീരിയ ആക്രമിക്കുന്ന ഈ സെമൺ, അല്ലെങ്കിൽ അതിൽ നിന്ന് കഴിച്ചിലായി പോകുന്ന എല്ലാം, ഓരോ സെമണും യൂട്രസിന്, ഗർഭപാത്രത്തിന് ചുറ്റും ഒന്ന് കറങ്ങി 3.5 മണിക്കൂർ കറങ്ങി അതിൻ്റെ കഴിവ് തെളിയിച്ച അകത്ത് പ്രവേശിക്കുന്നത്. ഒരിക്കലും ഡയറക്റ്റ് ഗർഭപാത്രത്തിലേക്ക് കയറിയല്ല. അപ്പോൾ കഴിവുണ്ടെങ്കിൽ, ആരോഗ്യമുള്ളതാണ് കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു കുഞ്ഞായിട്ട് ജനിക്കും. ആരോഗ്യക്കുറവോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടിസം ബാധിച്ചതോ, അല്ലെങ്കിൽ മാനസിക നില തെറ്റിയതോ, തലച്ചോറ് വളർച്ചയില്ലാത്തതോ, അങ്ങനെയൊക്കെ ആയി പോകാറുണ്ട് പലപ്പോഴും. ചില മാംസപിണ്ഡങ്ങൾ പോലെ മാത്രം കൈയും കാലും ഒക്കെ ഇല്ലാതെ വരുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുമുണ്ട്. മിക്കവാറും ആശുപത്രികളിലൊക്കെ പ്രസവം നടക്കുമ്പോൾ തന്നെ ബന്ധുക്കളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ വിളിച്ച് പറയും, ഇത് നമുക്ക് വെക്കാൻ പറ്റില്ല, അപ്പം തന്നെ കളയുകയാണ്, ജീവനുണ്ട് പക്ഷേ കളയുകയാണ്, കാരണമില്ല, കൈയില്ല, കാലില്ല, അവിടെ 2 മാംസകഷ്ണങ്ങൾ മാത്രം, ഇതിന് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പല ഡോക്ടർമാരും സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മളുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം, പഠിക്കണം. അപ്പോൾ ഉറക്കക്കുറവ് നമ്മുടെ മാനസിക സംഘർഷങ്ങളെ കൂട്ടുകയും ജീവിതത്തെ ആകെ താളം തെറ്റിക്കുകയും ചെയ്യുന്ന ഒന്നായി മാറും. അപ്പം നമുക്ക് ഈ ഓർമ്മക്കുറവുകളുടെ പ്രയാസം കൊണ്ട് നമ്മൾ പലപ്പോഴും പലതും മറന്നുപോകും. ചിലപ്പോൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പോലും മറന്നുപോകും. ചിലർക്കൊക്കെ പൈസ കൊടുക്കുന്നതും വാങ്ങാനുള്ളതിനെക്കുറിച്ച് ഓർമ്മ കൂടുതൽ നിൽക്കും, ബാക്കിയൊക്കെ മറന്നുപോകും. എനിക്ക് പല രോഗികളും വന്നിട്ടുണ്ട്. ഭാര്യയെ കണ്ടാൽ അത് ആരാന്നറിയത്തില്ല, മക്കളെ കണ്ടാൽ അവരുടെ പേരറിയത്തില്ല, ആരാന്നറിയത്തില്ലാത്ത ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗങ്ങളുണ്ടാകാനും തലച്ചോറിൻ്റെ വളർച്ച കുറയ്ക്കാനും തലച്ചോറ് അതിൻ്റെ കരുത്ത് കുറഞ്ഞു പോകുന്ന അവസരങ്ങളുമൊക്കെ നമുക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ജീവിതം താളം തെറ്റുന്നത് പോലെ തോന്നും. പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് പഠിക്കാം, അവർ രാത്രി നേരം വെളുക്കോളം ഇരുന്ന് പഠിക്കുന്നു. പക്ഷേ ഒരു പരീക്ഷ പേപ്പർ, ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ഉത്തരം എഴുതാൻ പറ്റുന്നില്ല. അവരുടെ മെമ്മറി ഔട്ട്. എല്ലാം പഠിച്ചതാണ്, ഒന്നുകൂടാതെ പഠിച്ചു, പക്ഷെ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ വരുന്ന അവസ്ഥാവിശേഷങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തലച്ചോറിൽ സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കറ്റ എന്നൊക്കെ പറഞ്ഞ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എല്ലാം ചേർത്ത് വെച്ച ഒരു വലിയ പ്രശ്നം. ഓരോ മനുഷ്യൻ്റെയും തലയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ തല ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് മാത്രം പീഡനക്കേസിൽ പ്രതിയാകുന്നവർ, മോഷ്ടിക്കുന്നവർ, ചെവിയിൽ കേട്ടത് മറ്റുള്ള ചെവികളിലേക്ക് എത്തിക്കുന്നവർ, വാഗൊണ്ട് പരദൂഷണം പറയുന്നവർ, മൂക്കുകൊണ്ട് ദുർഗന്ധത്തെയും നല്ല ഗന്ധത്തെയും തിരിച്ചറിയുന്നവർ, ഇതൊക്കെ മനുഷ്യൻ്റെ വ്യത്യസ്ത അവസ്ഥാവിശേഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത്
വൃത്തിയുള്ള ശരീരത്തോടുകൂടി, വൃത്തിയുള്ള മനസ്സോടുകൂടി, ആവശ്യത്തിന് വെള്ളം കുടിച്ച്, നല്ല എക്സർസൈസ് ചെയ്ത്, നല്ല അധ്വാനിച്ച് കിടന്നു പോകുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ഓർമ്മക്കുറവുകൾ പലപ്പോഴും നമ്മളുടെ ചിന്തകളെയും നമ്മുടെ ശൈലിയെയും നമ്മുടെ സ്വാധീനത്തെയും ഒക്കെ ആശ്രയിച്ചായിരിക്കും പോവുക. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ലത് ചിന്തിക്കാം, നല്ലത് പറയാം, നല്ലത് പ്രവർത്തിക്കാം, അങ്ങനെ പോകാം. ഇനി ഈ ഓർമ്മക്കുറവിനെ പരിഹരിക്കാനായിട്ട് പച്ച ബ്രഹ്മി നമുക്ക് വീടുകളിൽ നട്ടു വളർത്താം. അത് ഒരു ബാരലിലൊക്കെ മണ്ണും ചാണകവും നിറച്ച് ലേ രൂപത്തിൽ വെള്ളമൊഴിച്ച് കുഴകുഴാന്നാക്കിയിട്ട് അതിൽ ബ്രഹ്മി ഇട്ട് കൊടുത്താൽ താഴോട്ട് തൂങ്ങി വരും ധാരാളം. അങ്ങനെയാണ് ബ്രഹ്മി വളർത്തേണ്ടത്. ബ്രഹ്മി 2 ടൈപ്പുണ്ട്. ഒന്ന് നീളമുള്ള തണ്ടും ചെറിയ ഇലകളുമായിരിക്കും. ഒന്ന് ചെറിയ തണ്ടുകളും നിറച്ച ഇലകളുമായിരിക്കും, അത് കൊള്ളില്ല. നീളമുള്ള തണ്ടും നല്ല കണ്ണികളൊക്കെ അകന്നകന്നു പോകുന്ന ഇലകളുള്ള ബ്രഹ്മി വളരെ നല്ലതാണ്. അപ്പോൾ ഈ ബ്രഹ്മി കുറച്ച് പറിച്ചെടുത്ത് പിടിപ്പിക്കാൻ ശ്രമിക്കണം. ഈ ബ്രഹ്മി കുറച്ച് പറിച്ചെടുത്ത് നന്നായി കഴുകി അതിൻ്റെ വെള്ളം വാർത്ത് കളഞ്ഞ്, ഒരു ഓട്ടയുള്ള പാത്രത്തിൽ വെച്ച് വെള്ളം വാർത്ത് കളഞ്ഞ് കുറച്ചേറെ കയ്യിലുരുക്കി പിടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു പലവപ്പുറത്ത് വെച്ച് ഓരോന്നരിയണ്ട, ഒരു പിടിയെടുക്കുക, എന്നിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ്, കളർ ബക്കറ്റ് അല്ല നമ്മൾ ചെയ്യുമ്പോൾ, പ്ലാസ്റ്റിക്കിലെ ഗ്ലാസ് ടൈപ്പ് ബക്കറ്റുണ്ട്, നല്ല പ്രകാശം കിടക്കുന്ന ടൈപ്പ് ബക്കറ്റ്, മൂടിയുള്ള ബക്കറ്റ്. അതിൽ ഒരു 3 ഇഞ്ച് കനത്തിൽ ഇത് വിരിച്ച് അതിൻ്റെ മുകളിൽ ശർക്കര ബെല്ലം പൊടിച്ചിട്ട് വീണ്ടും 3 ഇഞ്ചിട്ട് അങ്ങനെ ലെയറുകളാക്കി ഏറ്റവും മുകളിൽ ബെല്ലം ഇട്ട് മൂടിക്കെട്ടി സുരക്ഷിതമായി വെക്കുന്നു. 41 ദിവസം കലണ്ടറിൽ നോട്ട് ചെയ്യുക. 41ാമത്തെ ദിവസം മേളിലെ ഒരു ലെയർ എടുത്ത് കളയുക. ബാക്കിയുള്ളത് ഒരു പുതിയ തോർത്തിൽ പിഴിഞ്ഞ് എടുത്താൽ, ഒരു 5 കിലോ ഇട്ടാൽ മിനിമം 3 ലിറ്റർ വൈൻ കിട്ടും. ഒരു 3-3.5 ലിറ്റർ ആവറേജ് കിട്ടും. അത് ഒറിജിനൽ വൈനാണ്, നല്ല വൈനാണ്. അപ്പം നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത്. പിന്നെ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാസക്കുളി ഉള്ള സ്ത്രീകളും മാസക്കുളി വരാൻ പോകുന്ന സ്ത്രീകളും വന്ന ഉടനെയും ഇത് ചെയ്യരുത്. കഴിയുന്നതും മാസമുറ ഉള്ള പെൺകുട്ടികൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്. പ്രായമായ ആരൊക്കെണ്ടെങ്കിലും അത് ചെയ്യിക്കുന്നതാണ് നല്ലത്. അല്ലെ ആണുങ്ങളെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെ പിരീഡൊക്കെ നിന്നുപോയ പ്രായമുള്ള അമ്മമാരെ കൊണ്ട് ചെയ്യിക്കുക. അരിഞ്ഞിടലും കഴുകലുമൊക്കെ. ഈ മാസക്കുളി ഉള്ള സ്ത്രീകൾ പറിച്ചെടുത്താലും പോകും, കൊള്ളില്ല. ആ സ്ഥലത്ത് അന്യം വന്നു പോകും ബ്രഹ്മി. അത്രയും വിശുദ്ധിയുള്ള പരിശുദ്ധിയുള്ള ആയുർവേദത്തിലെ ഒരു ഔഷധച്ചെടിയാണ് ബ്രഹ്മി. എന്നിട്ട് 41 ദിവസം കഴിഞ്ഞിട്ട് അതുവരെ നമുക്ക് ടൈറ്റ് ചെയ്ത് മൂടിക്കെട്ടാം. 41 ദിവസം കഴിഞ്ഞ് എടുത്താൽ പിന്നെ കുപ്പികളിലൊക്കെ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കരുത്, കുപ്പി പൊട്ടിത്തെറിക്കും. പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചേക്കണേ അതങ്ങ് വീർത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ബോംബ് പൊട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും. കുപ്പിയിൽ നമ്മൾ അടപ്പ് തുറന്ന് കുലുങ്ങിയാൽ വീറ് പതഞ്ഞു പൊന്തും പോലെ പതഞ്ഞു പൊന്തും. അപ്പം അതുകൊണ്ട് എല്ലാം ഭരണികളായാലും കുപ്പികളായാലും അടപ്പൊന്ന് ലൂസാക്കിയിടണം, എയർ കുറച്ച് ഒഴിഞ്ഞു പോകണം. അത് കുഞ്ഞുമക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു 5 ml വെച്ച് 2 നേരവും, ഒരു 5 വയസ്സിന് മുകളിലേക്ക് 10 വയസ്സ് വരെ 10 മില്ലി വെച്ച് 2 നേരവും, 15-ന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു 20 വെച്ച് 2 നേരവും, പ്രായപൂർത്തിയായവർക്ക് 20-25 മില്ലി വെച്ച് 2 നേരമൊക്കെ കഴിക്കാം. അത് അൽഷിമേഴ്സ് ഉണ്ടാവില്ല, ഓർമ്മക്കുറവുകൾ ഉണ്ടാവില്ല, പാർക്കിൻസൺസിനെ സഹായിക്കാൻ നല്ലതാണ്, ബുദ്ധി വളരാനായിട്ട് നല്ലതാണ്, തലച്ചോറിനെ രൂപപ്പെടുത്താൻ നല്ലതാണ്. ഏറ്റവും നല്ല ബ്രഹ്മി വൈനാണത്. എന്നാൽ ബ്രഹ്മി വൈൻ എന്ന് പറഞ്ഞ് മാർക്കറ്റുകളിൽ ധാരാളം കിട്ടും, പക്ഷെ ദയവ് ചെയ്ത് വാങ്ങരുത്. ഇത് ഒറിജിനൽ ബ്രഹ്മി വൈനാണ്, ഞങ്ങൾ ബ്രഹ്മിയിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയും. അതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങി
മക്കൾക്ക് കൊടുക്കരുത്, നിങ്ങൾ യൂസ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ബ്രഹ്മി അരിഞ്ഞ് ഈ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ശുദ്ധിയോടുകൂടി 41 ദിവസം പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുക. അല്ലാതെ ഒരു കാരണവശാലും ബ്രഹ്മി വൈനാണ് എന്ന് പറഞ്ഞ് ഈ വയലിലൊക്കെ ഉണ്ടാകുന്ന കാട്ടുബ്രഹ്മിയൊക്കെ ഇട്ട് ശർക്കരയും കൂടെ ചേർത്ത് അവർ ചീച്ച് ദിവസങ്ങളൊന്നും എത്ര ദിവസം നോക്കുകയൊന്നുമില്ല. കുറച്ച് വേണമെങ്കിൽ അല്പം തേനും കൂടെയൊക്കെ ഒപ്പിച്ച് ഭയങ്കര ഗംഭീരമായിട്ട് ഉണ്ടാക്കും. അതൊന്നും പറ്റില്ല. ഇതൊരു തുള്ളി ജലാംശം ഇതിനകത്ത് വീഴാൻ പാടില്ല. കഴുകിയത് തന്നെ ഒരു 2 മണിക്കൂർ ഒട്ടയുള്ള പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു പോയതിന് ശേഷം മാത്രമേ അരിഞ്ഞിടാൻ പാടുള്ളൂ. തുള്ളി ജലാംശം ഉണ്ടാവരുത്. ബക്കറ്റ് കഴുകിയാൽ അതിൻ്റെ അങ്ങനെ തന്നെ ഇടരുത്. നല്ല തോർത്തുകൊണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ബക്കറ്റിലിടാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെ എപ്പോഴും എടുത്ത് നോക്കണ്ട, മൂടിക്കെട്ടി അവിടെ വെച്ചാൽ മതി. ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എന്നും തുറന്നൊന്നും നോക്കരുത്. 40 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ മുഴുവൻ നല്ല ബ്രഹ്മി വൈനായിരിക്കും. നല്ല ഒറിജിനൽ ബ്രഹ്മി വൈൻ. അതൊരിക്കലും ബ്രഹ്മി വൈൻ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങരുത് എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് എല്ലാം കച്ചവട കേന്ദ്രങ്ങളാണ്. മനുഷ്യന് നന്മ കിട്ടിക്കോണം, ഗുണം കിട്ടിക്കോണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ അവരുടെ കാശ് വാങ്ങിച്ചെടുക്കാമെന്ന ചിന്തയായിരിക്കും മനുഷ്യനുള്ളത്. അതുകൊണ്ട് ഇത് നമ്മൾ സ്വന്തമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കഴിക്കുക വഴി കുട്ടികളിലെ ആ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ മാറും. കുട്ടികളുടെ തലച്ചോറിന് ആവശ്യമായ വളർച്ചയുണ്ടാകും, പഠിക്കാനുള്ള മനസ്സുണ്ടാകും, എല്ലാം ക്രമീകരിക്കപ്പെടും. നോക്കുന്നതും കാണുന്നതുമൊക്കെ നല്ലതായിട്ട് കാണാൻ തുടങ്ങും, നല്ലത് ചിന്തിക്കാൻ തുടങ്ങും, നല്ലത് പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഓർമ്മക്കുറവിന് വേണ്ടി നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു പ്രാണായാമം, ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യണം. ഒരു മൂക്കിലൂടെ ഓക്സിജനെ മെല്ലെ അകത്ത് കയറ്റുകയും ഇനി ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അതടച്ചു പിടിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ നൈസായിട്ട് പുറന്തള്ളുകയും ചെയ്യുന്ന ഈ പ്രക്രിയ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തലച്ചോറ് ഉണരാൻ കഴിയും, തലച്ചോറിനെ ഉണർത്താൻ കഴിയും. മറ്റൊന്ന് ഉറക്കക്കുറവാണ്. ഓർമ്മക്കുറവുണ്ട്, ഉറക്കക്കുറവ്. ഇന്ന് ഉറക്കക്കുറവുമാണ് ഇന്നത്തെ വിഷയം. ഉറക്കക്കുറവ് അതും വല്ലാത്തൊരു ബലഹീനതയാണ്. ഓർമ്മക്കുറവും നമുക്ക് പല ചിന്തകളുമായി കടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടില്ല. അപ്പോൾ ഉറക്കണം. അതിനെന്ത് ചെയ്യണം? നല്ല ചന്ദനം കിട്ടിയാൽ വെള്ളത്തിൽ കുത്തി അരച്ച് കൺപോളകളിലും നെറ്റിയിലും ഇട്ട് കിടക്കുക. വേഗം ഉറക്കം കിട്ടും. അതുപോലെ തന്നെ താന്നിക്ക, നെല്ലിക്ക, കടുക്ക, മുത്തങ്ങ, രാമച്ചം, 5 സാധനങ്ങൾ. ഒരിക്കൽ കൂടി പറയുന്നു: താന്നിക്ക, നെല്ലിക്ക, കടുക്ക, മുത്തങ്ങ, രാമച്ചം. ഈ രാമച്ചം വേര ഒരു 100 ഗ്രാം വീതം വാങ്ങിയാൽ മതിയല്ല. അപ്പോൾ ഈ രാമച്ചത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാത്രത്തിൽ ഒരു 3 ലിറ്റർ വെള്ളം എടുക്കുക. ആ 3 ലിറ്റർ വെള്ളത്തിലേക്ക് ആ ഉള്ള രാമച്ചം മുഴുവൻ അങ്ങിടുക. 100 ഗ്രാം ഇടുക. അതൊന്നും ചെയ്യണ്ട, അതവിടെ കിടന്നോട്ടെ. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇടുക. മുത്തങ്ങയും നെല്ലിക്കയും താന്നിക്കയും കടുക്കയും നല്ലതായിരിക്കണം. അതിട്ട് ആ 3 ലിറ്റർ വെള്ളം വെന്ത് വറ്റാറായി കഴിയുമ്പോൾ ഇച്ചിരി വെള്ളത്തോടു കൂടി വാങ്ങി തണിയിച്ച് അരച്ച്, അപ്പോൾ അത് വാങ്ങി തണിയിച്ചെടുക്കുമ്പോൾ ഈ രാമച്ചം ഒഴിവാക്കി മാത്രം ബാക്കി സാധനങ്ങൾ എടുത്താൽ മതി. ആ രാമച്ചം പിന്നീട് നമുക്ക് ഒന്നുകൂടെ വാങ്ങി അത് തീരുമ്പോൾ സൂക്ഷിച്ച് വെച്ചാൽ പാത്രത്തിൽ തന്നെ മൂടി വെച്ചാൽ മതി. ഒന്നും ആവില്ല, കേടാവില്ല. എന്നിട്ട് രാമച്ചത്തിൻ്റെ കഷായം ആയതുകൊണ്ട് രാമച്ചം അരയ്ക്കാൻ നിൽക്കരുത്. ബാക്കിയുള്ള 4 സാധനങ്ങൾ തിരിച്ചെടുക്കുക. രാമച്ചം ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. എടുത്ത് അരകൽ വെച്ച് അരച്ച് നല്ലൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വയ്ക്കുക. ഒരു 2 മണിക്കൂർ ഫ്രീസറിലിരിക്കട്ടെ. അതിനുശേഷം അതെടുത്ത് അതിൽ മുഴുവൻ എടുക്കരുത്, 2 സ്പൂൺ എടുക്കുക. തൈരിൽ ചാലിക്കുക. നെറുകയിൽ നമ്മളുടെ നിറുകിറക്കാത്തൊരു ഭാഗമുണ്ടല്ലോ, കൃത്യം നെറുക, അവിടെ ഒരു 2 രൂപ വട്ടത്തിൽ ഒരു തളമായിട്ടിടുക. നല്ല കൂളിംഗ് ആവും തലച്ചോറിലേക്ക് ഒരു തണുപ്പ് കിനിഞ്ഞിറങ്ങും. തലച്ചോറിനെ ഒന്ന് തണുപ്പിക്കും, തലച്ചോറിനെ ഒന്ന് സൈലൻ്റ് ആക്കും. ഉറക്കം കിട്ടും.
നല്ല ഉറക്കം, സുഗമമായ ഉറക്കം കിട്ടും, സുരക്ഷിതമായ ഉറക്കം കിട്ടും. മറ്റൊന്ന്, ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ രണ്ടറ്റവും മുറിക്കുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെ മുറിക്കുക, നടു ഒഴിവാക്കുക. അപ്പോൾ രണ്ട് വശം ഉരുണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക. ആ ഫ്രീസറിൽ വെച്ച് നന്നായി കൂൾ ചെയ്യുക. ശേഷം വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുന്നേ ഈ 2 കണ്ണിൻ്റെയും കണ്ണടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉരുളക്കിഴങ്ങിന് വെക്കുക. ഉരുണ്ട വശം മുകളിലേക്ക് വെക്കണം, പരന്ന വശം കണ്ണിൻ്റെ ഇവിടെ മുട്ടണം. ഒന്നെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കിടക്കാം, അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് വലിച്ചു മുറുകാതെ, ഇത് ചാടിപ്പോകാതെ ഒരു ചെറിയ മുറുക്കത്തിലിട്ട് കെട്ടുക. അപ്പോൾ ഈ തലച്ചോറിലേക്ക്, കണ്ണിൻ്റെ അടിയിലേക്കൊക്കെ ആഴത്തിൽ ഈ തണുപ്പങ്ങ് ഇറങ്ങിച്ചെല്ലും. ആ കണ്ണിലെ ചെറിയ ഞരമ്പുകളെ ഉണർത്താൻ വളരെ നല്ലതാണ്. ആ കണ്ണിന് നല്ലൊരു തണുപ്പ് കൊടുക്കാൻ വളരെ നല്ലതാണ്. ചുരുങ്ങിപ്പോയ ഞരമ്പുകളെ ഉണർത്താനും കാഴ്ചകൾ കൂടുതൽ ലഭ്യമാകാനും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വലിയ പിന്തുണ കൊടുക്കാനുമൊക്കെ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ചെയ്യാം. അതും നമുക്ക് ഉറക്കത്തിലേക്ക് നമ്മെ നയിക്കും. അപ്പം നമ്മൾ ഓർക്കുക, ഓർമ്മക്കുറവും ഉറക്കവും തമ്മിൽ തന്നെ ഒത്തിരി ബന്ധങ്ങളുണ്ട്. ഓർമ്മക്കുറവ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ നമ്മുടെ മൈൻഡ് എന്തോ അലക്ഷ്യമായി, അമിത ടെൻഷൻ കൂടെ ചേരുമ്പോൾ അപ്പോൾ പല വിചാരങ്ങളൊക്കെ വരും. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന വീട്ടിൽ പോയപ്പം ഒരു ചായ കുടിച്ചപ്പം മുതൽ വയറുവേദന തുടങ്ങി, കൈവശമായിരിക്കുമോ? എൻ്റെ വളർച്ചയിൽ അവരൻ എൻ്റെ അടുത്ത അയൽവാസിക്ക് വലിയ പ്രയാസമുണ്ട്, അതുകൊണ്ട് അവൻ എന്തെങ്കിലും കൂടോത്രം ചെയ്തതായിരിക്കുമോ? എന്തെങ്കിലും മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ എനിക്കിത് വരാൻ? നമ്മുടെ വെറുക്കപ്പെട്ട ബന്ധുക്കളിലും അയൽവക്കങ്ങളിലുമൊക്കെ ഉള്ള ആളുകൾ എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തങ്ങന്മാരെയൊക്കെ കണ്ടിട്ട് വല്ല ഉറുക്കെഴുതിയിൽ എനിക്ക് എൻ്റെ പറമ്പിലോ മുറ്റത്തോ പുരയിടത്തിൻ്റെ അരികിലൊക്കെ വെച്ചിട്ടുണ്ടോ? ഈ സംശയങ്ങളെല്ലാം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഓർക്കുക, നമ്മൾ ഒരു വിശ്വാസവും ഒരു ദൈവികതയിലും നമ്മൾ പോവുക. നാം ദൈവികതയിൽ വളരുമ്പോൾ ആര് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും, ആര് മന്ത്രവാദവും കുടോത്രവും ചെയ്താലും നമുക്കൊന്നും ഫലിക്കില്ല. ആ ഒരു ആത്മവിശ്വാസവും ചിന്തയും അടിയുറച്ച മനസ്സും നമുക്ക് ഉണ്ടാവാനായിട്ട് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ നമുക്കുറപ്പായിട്ട് ഈ വലിയ ആകുലതയും ദുഃഖങ്ങളും ഒന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മളാരെയും ദ്രോഹിക്കാനോ അസൂയപ്പെടാനോ അവരൻ്റെ വളർച്ചയിൽ അസൂയപ്പെടാനോ നാം പോകരുത്. അത് നമ്മുടെ ഉറക്കം കെടുത്തും, അത് തിരിച്ചടിയാവും, ഓർമ്മകളെ ബാധിക്കും, മനസ്സിനെയും ശരീരത്തെയും ബാധിക്കും, രോഗിയാക്കും, മരണത്തിൻ്റെ മുമ്പിൽ വർഷങ്ങളോളം മാസങ്ങളോളം ഒക്കെ കിടക്കേണ്ടി വരും. മരിക്കുകയില്ല, ജീവിക്കുകയില്ല. ആ രീതിയിൽ നമ്മൾ ഒത്തിരി കാലങ്ങൾ കിടന്ന കിടപ്പിലൊക്കെ ആയിപ്പോകണ്ട. ഒത്തിരി ആളുകളെ നാം കാണാറില്ലേ? അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ ഉണ്ട് എന്ന് നാം കരുതണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ദിവസം പോലും കിടന്നു നിറയിക്കാത്ത ഒരു നല്ല അന്ത്യ ഉറക്കമാണ് നമുക്ക് വേണ്ടതെന്ന ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിൽ എന്നും. ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോഴും ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പോകാൻ. എല്ലാ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ആകുലത കൊണ്ട്, രോഗത്തിൻ്റെ കൂടുതൽ കൊണ്ട് കിടന്ന കിടപ്പിൽ ദീർഘനാൾ കിടത്തുകയും ചെയ്യരുതെന്നൊക്കെയുള്ള മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വേണം. അത് ഒരുപക്ഷെ നമുക്ക് ആരോഗ്യം വീണ്ടും നീട്ടിത്തരികയും അനാരോഗ്യത്തിലേക്ക് പോകാതിരിക്കുകയും മരണത്തിൻ്റെ മുമ്പിൽ ഭീരുവായി
മാസങ്ങളോളം വർഷങ്ങളോളം കിടക്കേണ്ട അവസ്ഥാവിശേഷങ്ങളൊക്കെ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നല്ല ഓർമ്മകൾ നിലനിർത്താം, ഓർമ്മക്കുറവുകൾ ഉണ്ടാവാതിരിക്കട്ടെ, നല്ല ഉറക്കം നമുക്ക് കിട്ടട്ടെ. ആ നല്ല ഉറക്കം കൊണ്ട് നമ്മൾ എല്ലാം മറന്നുറങ്ങട്ടെ, ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.